KSRTC എന്ന പ്രസ്ഥാനം നഷ്ടത്തിലോടുന്നതിന് പ്രധാന കാരണക്കാർ സത്യത്തിൽ മന്ത്രിസഭയോ വകുപ്പ് മന്ത്രിയോ അതുമല്ലെങ്കിൽ അത് ഭരിക്കുന്ന CMDയോ അല്ല എന്ന് ഏത് മലയാളിക്കും അറിയാവുന്ന കാര്യമാണ്. കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി വാങ്ങിയ ജനറം AC വോൾവോ ബസ്സുകൾ പോലും മര്യാദയ്ക്ക് സർവീസ് പോലും ചെയ്യാതെ ഉപേക്ഷിക്കുന്ന തരത്തിലേക്ക് അധികൃതർ മാറിയതോടെ KSRTC നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. സ്റ്റോപ്പുകൾ പോലും നോക്കാതെ യാത്രക്കാരെ വിളിച്ചു വണ്ടിയിൽ കയറ്റുന്ന തരത്തിലാണ് അതിലെ ജീവനക്കാർ പെരുമാറുന്നത്. രാത്രിയിൽ ഏത് സ്റ്റോപ്പിൽ നിന്ന് കൈ കാണിച്ചാലും നിർത്തിത്തരുന്നതാണ് ഇപ്പോൾ KSIFTന്റെ ശീലം. എന്നാൽ ഗണേഷ് കുമാർ വന്നതോടെ ആ ബസിന്റെ കാര്യത്തിലും തീരുമാനമാക്കി. അതിന്റെ എണ്ണവും വെട്ടിക്കുറച്ചതോടെ വിദ്യാർത്ഥികളുടെ യാത്രാ ദുരിതവും വർദ്ധിച്ചു. പക്ഷെ ഇതൊന്നും മന്ത്രിയെ ബാധിച്ചില്ല. ഇതൊന്നും പരിഗണിക്കാതെ സ്വന്തം ഭാഗമാണ് ശരി എന്ന നിലയ്ക്കുള്ള അനാവശ്യമായ വാശിയാണ് ഇപ്പോൾ മന്ത്രി പുലർത്തുന്നത്. എന്തു വന്നാലും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തുമെന്നാണ് ഇപ്പോൾ മന്ത്രി ഉയർത്തുന്ന വാശി. എന്തുകൊണ്ടായിരിക്കും ആരും പ്രതികരിക്കാത്തത് എന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടിയുടെ അവസ്ഥ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് മാത്രമായിരിക്കും എന്നായിരിക്കും അതിന്റെ ഉത്തരം. നമസ്കാരം. തുഗ്ലക് പരിഷ്കാരങ്ങൾ കൊണ്ട് പൊതുജനത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരുക്കത്തിലാണ് മന്ത്രി ഗണേഷ് കുമാർ. മന്ത്രിയാകുന്നത് വരെ പൊതുജനത്തിന് താല്പര്യമുള്ള വിഷയങ്ങൾ പൊതുമധ്യത്തിലും സഭയിലും പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റാനുള്ള ശ്രമങ്ങൾ ഗണേഷ് കുമാർ നടത്തിയിരുന്നു. പൊതുജനങ്ങളെ സംബന്ധിക്കുന്ന ഏത് വിഷയത്തിലും ശരി എന്ന് തോന്നുന്ന വാക്കുകളായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്നാൽ മന്ത്രിയായതോടെ സ്വഭാവം മാറി. ആദ്യം കയറി ഇരുന്നപ്പോൾ തന്നെ വകുപ്പ് അതുവരെ ഭരിച്ച മന്ത്രിമാരെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് തുടക്കമിട്ടത്. KSRTC എന്ന പ്രസ്ഥാനം നഷ്ടത്തിലോടുന്നതിന് പ്രധാന കാരണക്കാർ സത്യത്തിൽ മന്ത്രിസഭയോ വകുപ്പ് മന്ത്രിയോ അതുമല്ലെങ്കിൽ അത് ഭരിക്കുന്ന CMDയോ അല്ല എന്ന് ഏത് മലയാളിക്കും അറിയാവുന്ന കാര്യമാണ്. ബസ്സുകളുമായി റോഡിലേക്ക് ഇറങ്ങുന്ന ജീവനക്കാരുടെ പ്രശ്നം തന്നെയാണ് കൃത്യമായി സ്റ്റോപ്പിൽ നിർത്താതിരിക്കുക. സ്വന്തം ഇഷ്ടത്തിനാണ് ഓരോ ജീവനക്കാരും വണ്ടി നിർത്തുന്നത്. അതുമാത്രമല്ല, സ്വകാര്യ ബസ്സുകൾ കീഴടക്കി വെച്ചിരിക്കുന്ന സംസ്ഥാന പാതകൾ അടക്കമുള്ളവയിൽ പോലും അവരുടെ സൗകര്യത്തിനനുസരിച്ചാണ് പലപ്പോഴും ഈ ജീവനക്കാർ എങ്ങനെയെങ്കിലും ഈ വണ്ടി ഉന്തിക്കൊണ്ടുപോകുന്നത്. എന്നിട്ട് സ്വകാര്യ ബസ്സുകൾക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുന്ന പ്രവണതയാണ് കുറച്ചു നാളായി കണ്ടുവരുന്നത്. ജീവനക്കാർ യാത്രക്കാരോട് പെരുമാറുന്നതാകട്ടെ ഏതോ സൗജന്യ സേവനത്തിന് അവരുടെ മുന്നിൽ കൈ നീട്ടുന്നവരോട് പെരുമാറുന്നത് പോലെയും. ഇത്തരത്തിലുള്ള പ്രവണതകൾ കാരണം പലപ്പോഴും ബാക്കി വാങ്ങാൻ പോലും ഭയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് യാത്രക്കാരെ കൊണ്ട് എത്തിക്കാറുണ്ട്. ഇതിനൊക്കെ മാറ്റം വരണമെന്ന് ആഗ്രഹിച്ചവരാണ് ആനവണ്ടിയെ ഇഷ്ടപ്പെടുന്ന പലരും. അതുമാത്രമല്ല, തിരുവനന്തപുരം ഈഞ്ചക്കലിൽ അകാല ചരമത്തിന് വിധിക്കപ്പെട്ട എത്രയോ ബസ്സുകളാണ് ഉണ്ടായിരുന്നത് എന്നറിയുന്നു. ചെറിയ ചെറിയ തകരാറുകളുമായി എത്തുന്ന വാഹനങ്ങളെ കാട്ടിനുള്ളിൽ ഇടിവണ്ടി ഉപയോഗിച്ച് ഒതുക്കി അതിനെ വാഹനങ്ങളുടെ മരിപ്പറമ്പാക്കി മാറ്റുകയാണ് KSRTC അധികൃതർ ചെയ്തത്. കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി വാങ്ങിയ ജനറം AC വോൾവോ ബസ്സുകൾ പോലും മര്യാദയ്ക്ക് സർവീസുകൾ പോലും ചെയ്യാതെ ഉപേക്ഷിക്കുന്ന തരത്തിലേക്ക് അധികൃതർ മാറിയതോടെ KSRTC നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. ജീവനക്കാർ എങ്ങനെയാണ് കുറ്റക്കാരാകുന്നത് എന്നുള്ള ചോദ്യം വന്നുവെങ്കിൽ നമ്മൾ അതിൽ യാത്ര ചെയ്താൽ മനസ്സിലാകും. അലക്ഷ്യമായ ഡ്രൈവിംഗ് ആണ് പ്രധാന കാരണം. തോന്നുംപടി ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകൾ യഥാസമയം മാറ്റാനോ അതിനുവേണ്ട സ്പെയർ പാർട്സുകൾ മാറി ഉപയോഗിക്കാനോ കഴിയാതെ വരുമ്പോഴാണ് പലപ്പോഴും വാഹനങ്ങൾ റോഡിലാകുന്നത്. അത് പിന്നീട് ആ മരിപ്പറമ്പിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയെല്ലാം ജീവനക്കാർ ഒരു വശത്തു നിന്നും ആ സ്ഥാപനത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് തൊഴിലാളി യൂണിയനുകളും പ്രവർത്തിക്കുന്നത്. തുണിയിൽ അഴുക്ക് പുരളാത്ത തൊഴിലെടുക്കാത്ത തൊഴിലാളി നേതാക്കളാണ് മിക്കപ്പോഴും ഇതിൻ്റെ അപജയത്തിന് ആദ്യത്തെ കുഴികുത്തിയത് എന്ന് നമുക്കറിയാം. KSRTC പോലെ പൊതുജനത്തിന്റെ യാത്രാ സൗകര്യത്തിനെ അകാല ചരമത്തിലേക്ക് പറഞ്ഞു വിടുന്നത് ഇതുപോലെയുള്ള തൊഴിലാളികൾ തന്നെയാണെന്ന് നിസ്സംശയം പറയാം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വെള്ളറടയിൽ നിന്നും തമ്പാനൂരിലേക്ക് ഓടിക്കൊണ്ടിരുന്ന ഒരു KSRTC ബസ്സിന്റെ ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. അതിന്റെ സൈഡിലുണ്ടായിരുന്ന ഒരു ഇരുമ്പ് പാനൽ ഇളകി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു, ഏകദേശം ഒരടിയോളം. തികച്ചും അപകടകരമായ അവസ്ഥയിൽ. എന്നിട്ടും പലരും പറഞ്ഞിട്ടും അതൊന്നും വകവയ്ക്കാതെ ആയിരുന്നു ഡ്രൈവർ വെള്ളറടയിൽ നിന്ന് തമ്പാനൂരേക്ക് ആ വാഹനം കൊണ്ടുപോയത്. ഇതിനിടയിലാണ് KSIFT എന്ന കമ്പനിക്ക് രൂപം കൊടുത്തത്. അത് വന്നപ്പോൾ തൊഴിലാളി സംഘടനകൾ ആകെ ഇളകി. അതിനെതിരെ പണിമുടക്ക് പോലും നടത്തി മുന്നേറാനാണ് അവർ ശ്രമിച്ചത്. മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും KSIFT ബസ്സിനെതിരായി ശക്തമായ പ്രചാരണമാണ് നടത്തിയത്. എന്നാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്തത് സർവീസായി KSIFTന്റെ ദീർഘദൂര സർവീസുകൾ പോലും മാറിയതോടെ ആളുകൾക്കത് ഏറെ പ്രിയങ്കരമായി മാറി. സ്റ്റോപ്പുകൾ പോലും നോക്കാതെ യാത്രക്കാരെ വിളിച്ചു വണ്ടിയിൽ കയറ്റുന്ന തരത്തിലാണ് അതിലെ ജീവനക്കാർ ഇപ്പോൾ പെരുമാറുന്നത്. രാത്രിയിൽ ഏത് സ്റ്റോപ്പിൽ നിന്ന് കൈ കാണിച്ചാലും നിർത്തി തരുന്നതാണ് KSIFTന്റെ ഇപ്പോഴത്തെ ശീലം.
ഇത്രയും മുന്നിലെത്തിയപ്പോഴാണ് KB ഗണേഷ് കുമാർ ഗതാഗത വകുപ്പിന്റെ തലപ്പത്തേക്ക് എത്തിയത്. ബസ്സുകൾ ലാഭത്തിലാക്കാൻ ട്രിപ്പുകൾ പോലും വെട്ടിക്കുറയ്ക്കുന്ന തരത്തിലുള്ള പരിഷ്കാരങ്ങളാണ് ഗണേഷ് കുമാർ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ പോലും അറിയിച്ചത് അല്ലെങ്കിൽ അവതരിപ്പിച്ചത്. അതിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന 10 രൂപ ഇലക്ട്രിക് ബസ്സുകൾ നിർത്താനായിരുന്നു തീരുമാനം. ഒരു ഇലക്ട്രിക് ബസ്സിന്റെ കാശിന് 2 ഡീസൽ ബസ്സുകൾ വാങ്ങാമെന്നായിരുന്നു മന്ത്രിയുടെ കണ്ടെത്തൽ. നിറയെ ആളുകളുമായി സർവീസ് നടത്തിയിരുന്ന ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണ് സർവീസ് നടത്തുന്നത് എന്ന മുടന്തൻ ന്യായമായിരുന്നു ഗണേഷ് കുമാർ പറഞ്ഞത്. എന്നാൽ നഗരത്തിന് ഇത് ആവശ്യമാണെന്നും നഗരവാസികൾ ഇത് രണ്ട് കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് എന്നും മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു വെച്ചു. ഇത് കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം നമ്മുടെ നഗരത്തിന് ലഭിച്ചതാണെന്നും കൂടി മേയർ വ്യക്തമാക്കി. അത് മാത്രമല്ല, മാസം 25,000 രൂപയാണ് ലാഭമെന്ന് കൂടി കണക്കുകൾ പുറത്തു വന്നതോടെ മന്ത്രി ബസ് പിൻവലിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് മാറി. എന്നാൽ അതിന്റെ നിരക്കിൽ വർധനവ് വരുത്തുകയാണ് മന്ത്രി ചെയ്തത്. മന്ത്രിയുടെ പരിഷ്കാരം അന്തർ സംസ്ഥാന സർവീസുകളുടെ അന്തകനായി തന്നെ മാറി. ബാംഗ്ലൂരിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് വളരെ കുറച്ച് ട്രെയിനുകൾ മാത്രമാണ് ഓടിക്കൊണ്ടിരുന്നത്. നിരവധി വിദ്യാർത്ഥികളാണ് കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിൽ പഠിക്കാനായി പോയിക്കൊണ്ടുമിരിക്കുന്നത്. പലരും സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ച് അവർ പറയുന്ന വലിയ തുക കൊടുത്തു കൊണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് KSRTC പകുതി ചെലവിൽ ബാംഗ്ലൂരിലേക്ക് ബസ്സുകൾ അനുവദിച്ചത്. എന്നാൽ ഗണേഷ് കുമാർ വന്നതോടെ ആ ബസ്സിന്റെ കാര്യത്തിലും തീരുമാനമാക്കി. അതിൻ്റെ എണ്ണവും വെട്ടിക്കുറച്ചതോടെ വിദ്യാർത്ഥികളുടെ യാത്രാ ദുരിതവും വർദ്ധിച്ചു. പക്ഷേ ഇതൊന്നും മന്ത്രിയെ ബാധിച്ചില്ല. എങ്കിലും ഇടതുപക്ഷത്തിൽ നിന്നും CPM-ൽ നിന്നും മന്ത്രിയെ നിയന്ത്രിക്കാനുള്ള ശ്രമവും നടത്തിയിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്നായിരുന്നു മന്ത്രിയുടെ ഭാവം. അതിനിടയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ അന്തർദേശീയ നിലവാരത്തിലേക്കുള്ള മാറ്റവും മന്ത്രി സ്വന്തം അജണ്ടയായി കണ്ടു. അത് പക്ഷേ കൈവിട്ടുപോയി എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി കണ്ടാൽ മനസ്സിലാകുന്നത്. പലരും നിരത്തുകളിൽ അത്ര മാന്യന്മാരല്ല എന്നുള്ളത് ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രനും യദുവും തമ്മിലുള്ള വിഷയം കാണുമ്പോഴും നമുക്കറിയാം. നേരെ ചൊവ്വേ വാഹനം ഓടിക്കാൻ അറിയാത്തവർ പോലും ലൈസൻസുകൾ നേടി റോഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് അപകടം കൂടുതലായി നടക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മോട്ടോർ വാഹന വകുപ്പ് അഴിമതിയുടെ കൂത്തരങ്ങായി മാറുകയും ചെയ്തിരുന്നു. ആർക്കും ഡ്രൈവിംഗ് പോലും അറിയാത്ത കയ്യിൽ കാശുണ്ടെങ്കിൽ ലൈസൻസ് വാങ്ങാം എന്ന അവസ്ഥയായി. എന്നാൽ ഇപ്പോൾ മന്ത്രിയുടെ ചില തീരുമാനങ്ങൾ ഇടതുപക്ഷത്തിന് പോലും തലവേദനയായി മാറിയിരിക്കുകയാണ്. മന്ത്രി പറയുന്നതനുസരിച്ചുള്ള ട്രാക്കുകൾ ഒരുക്കിയെടുക്കുന്നതിന് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് മിനിമം 1 വർഷമെങ്കിലും സമയം ആവശ്യമാണ്. ഇതൊന്നും പരിഗണിക്കാതെ സ്വന്തം ഭാഗമാണ് ശരി എന്ന നിലയ്ക്കുള്ള അനാവശ്യമായ വാശിയാണ് ഇപ്പോൾ മന്ത്രി പുലർത്തുന്നത്. എന്തു വന്നാലും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തും എന്നാണ് മന്ത്രി ഇപ്പോൾ ഉയർത്തുന്ന വാദം. അതിനായി ഡ്രൈവിംഗ് സ്കൂളുകളുടെ വണ്ടി ഇല്ലെങ്കിൽ പോലും പുറത്തുനിന്നും വണ്ടി വാടകയ്ക്കെടുത്ത് നടത്തുമെന്ന പിടിവാശിയാണ് ഇപ്പോൾ മന്ത്രി കാണിക്കുന്നത്. ഇതിന്റെ ഭാരമായി മന്ത്രി അവതരിപ്പിച്ച ടെസ്റ്റുകളെല്ലാം നടത്തുകയും ചെയ്യും. ഇതിനുള്ള പരിശീലനം ഈ ടെസ്റ്റിന് വരുന്നവർക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നുകൂടി മന്ത്രി ഓർക്കേണ്ടതുണ്ട്. ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തിവരുന്ന സമരം ദിവസങ്ങൾ പിന്നിടുമ്പോഴും അവർ ഉയർത്തുന്ന ആവശ്യങ്ങളെ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നൊരു വാക്കുപോലും പറയാൻ മന്ത്രി തയ്യാറാകുന്നില്ല. ഇത് മന്ത്രിസഭയ്ക്ക് നൽകുന്ന തലവേദന കുറവൊന്നുമല്ല. കാരണം CITU അടക്കമുള്ള സംഘടനകളാണ് മന്ത്രിക്കെതിരെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അതേസമയം മന്ത്രിക്കെതിരെ പ്രതികരണവുമായി ഇറങ്ങി AK ബാലൻ രംഗത്തെത്തിയിരിക്കുകയാണ്, കേന്ദ്ര കമ്മിറ്റി അംഗം. ഇക്കാര്യത്തിൽ മന്ത്രി ഏകപക്ഷീയമായ തീരുമാനം എടുക്കരുതെന്നാണ് AK ബാലൻ നൽകുന്ന മുന്നറിയിപ്പ്. നവീകരണം ആവശ്യമാണ്, പക്ഷേ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം. വേണ്ടപ്പെട്ടവരുമായി ചർച്ചകൾ നടത്തിയിട്ട് വേണം മന്ത്രി തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നാണ് AK ബാലൻ പറയുന്നത്. അതേസമയം മന്ത്രിയുടെ തീരുമാനം തെറ്റാണ് എന്ന നിലയ്ക്കുള്ള പ്രസ്താവനയും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. മന്ത്രി ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അത് തിരുത്താനുള്ള ധാർമ്മികതയും മന്ത്രിക്ക് ഉണ്ടാകണമെന്നും വേണ്ടപ്പെട്ടവരുമായി കൂടിയാലോചനകൾ നടത്തണമെന്നും കൂടി AK ബാലൻ പറഞ്ഞു വയ്ക്കുന്നു. ഇതിനർത്ഥം ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള പരിഷ്കരണം നടത്തിയപ്പോൾ KB ഗണേഷ് കുമാർ മന്ത്രിമാരുമായോ മറ്റുദ്യോഗസ്ഥന്മാരുമായോ വേണ്ട രീതിയിൽ ഒരു ചർച്ച നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ്. പ്രതിഷേധത്തിന്റെ ഭാഗമായി കഞ്ഞിവെച്ചും റോഡിൽ ഉറങ്ങിയും പ്രതിഷേധിക്കുന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും സമരം കണ്ടില്ലെന്ന് നടിക്കാതെ ഇറങ്ങിയാൽ മന്ത്രിയുടെ കുപ്പായത്തിന് ചുളിവൊന്നും വരില്ല എന്നുകൂടിയുള്ള ഓർമ്മപ്പെടുത്തലായി AK ബാലന്റെ അഭിപ്രായത്തെ കാണാവുന്നതാണ്. അതുമാത്രമല്ല, കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിയ സാഹചര്യത്തിൽ അന്യ സംസ്ഥാനത്ത് നിന്നും ലൈസൻസ് വാങ്ങി നൽകുന്ന ഏജന്റുമാർ കേരളത്തിലേക്ക് എത്തിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കാശ് കൊടുത്താൽ ഒരു ടെസ്റ്റും ഇല്ലാതെ തന്നെ ലൈസൻസ് സ്വന്തമാക്കാൻ കഴിയും. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നിന്ന് ലൈസൻസ് എടുത്താലും അത് സാധുവാണെന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഏജന്റുമാരുടെ രംഗപ്രവേശനവും. എന്തായാലും ഗണേഷ് കുമാർ കാരണം അങ്ങനെയെങ്കിലും ജനത്തിന് ഗുണമുണ്ടായല്ലോ. എന്തുകൊണ്ടായിരിക്കും ആരും പ്രതികരിക്കാത്തത് എന്നൊരു ചോദ്യം ഉണ്ടാവും. എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഉമ്മൻചാണ്ടിയുടെ അവസ്ഥ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് മാത്രമായിരിക്കും എന്നായിരിക്കും ഉത്തരം.